തല റെഡി ആയിട്ടാ എന്റെ തല അതേപോലെ അവിടെ ഉണ്ടാവുക തല നന്ന് നോക്കോ. നിങ്ങളെ തലനെ കുറിച്ചാ പറഞ്ഞത്. കളിച്ചൂലെന്ന് ആർക്കും അറിയില്ലട്ടാ. അതന്നെ പറഞ്ഞു ആർക്കും അറിയില്ല. മൂപ്പർക്ക് മാത്രമേ അറിയുള്ളൂ. മൂപ്പര് കളിച്ചോ കളിച്ചില്ല. അതാണ് പ്രിവിലേജ്. എന്ത് പോലുള്ള ആളുകൾക്ക് കിട്ടുന്ന. നിങ്ങളെ മെഡിക്കൽ ടീമിന് അതിന് ഇതില്ല, കോച്ചിന് അതിനുള്ള മെഡിക്കൽ ടീമും കൂടി തീരുമാനിച്ചു. വലിയ ടീം പറയണേ. ആ ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ മൂപ്പര് പണ്ട് 6 അടിച്ച് കപ്പെടുത്ത വേൾഡ് കപ്പ് എടുത്ത ഗ്രൗണ്ടാണ്. അപ്പൊ ആ ഓർമ്മകളൊക്കെ പുതുക്കാൻ വേണ്ടി മൂപ്പര് നല്ല നെറ്റ്സിൽ ഇറങ്ങി 4 6 അടിച്ചിട്ടുണ്ട്. ഇന്നത് അടിച്ചു. ആയുഷ് മാത്രക്ക് പരിക്കറ്റി എന്നുള്ളൊരു സങ്കടം മാത്രമേ ഉള്ളൂ. പകരം ചിലപ്പോ തോന്നി ഈ കാരം അല്ലെങ്കിൽ ഗുരുവിൽ പട്ടേൽ വരും. ആരായാലും ഇന്ന് അടിയോടെ അടിയാണ്. എന്തൊക്കെയാണ് ഞങ്ങൾക്ക് രോഹിത് ശർമ്മ ഉണ്ടായാലും പ്രശ്നമില്ല, അത്രേ വില ഉള്ളൂ. അതൊന്നുമില്ല, അങ്ങനെ അതല്ല സത്യം. ബാക്കി പറയും ഇങ്ങനെ തിരിച്ചിടേണ്ടത്. ഇല്ലെങ്കിലും കാര്യമില്ല. രോഹിത് ശർമ്മ ഉണ്ടായാലേ നല്ലത്, ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞത്. കഴിഞ്ഞ കളിയിലെ നമന്തിർ അടിപൊളി ഫോമിലാണ്. തിലക് വർമ്മന്റെ കളി അതൊക്കെ അവസാനം വെച്ച് ഞങ്ങൾക്ക് ചീത്ത ഒരു ക്യാപ്റ്റൻ പച്ചക്ക് ഗ്രൗണ്ടിൽ ഇട്ടു നമ്മളെ ചീത്ത പറഞ്ഞേക്കാം. എന്നിട്ട് ആ ചെങ്ങായി സൈ കെട്ട് ഔട്ടാണെങ്കിൽ ഔട്ടാട്ടെ 10 മതി 50-60 അടിച്ച് തകർത്തെടുക്കും. ഞങ്ങൾക്കത് ബേജാറുള്ള കാര്യം. നിങ്ങൾ എത്ര സ്കോർ ചെയ്താലും അല്ലെങ്കിൽ നിങ്ങൾക്ക് മുമ്പിൽ സ്കോർ വെക്കണമെങ്കിലും ഞങ്ങൾക്കൊരു ബേജാറ്. കളി ജയിച്ചതല്ല, ഞങ്ങൾ ലാസ്റ്റ് കളി ജയിച്ചോ. നിങ്ങൾ ലാസ്റ്റ് കളി ജയിച്ചോ ഇല്ലേ? ഞങ്ങൾക്ക് 4 പോയിന്റ്, നിങ്ങൾക്ക് 4 പോയിന്റ്. അപ്പൊ പിന്നെ സ്ഥാനം കൂടുതൽ. ഞങ്ങൾ അത്രയും സ്കോർ ചെയ്യുന്നുണ്ട്, നല്ല സ്കോർ ജയിക്കുന്നുണ്ട്, നല്ല സ്കോർ. തിലക് വർമ്മ 4 അടി അടിച്ചിട്ട് എന്തോ ഭാഗ്യത്തിന് കിട്ടി. അതിന് മുമ്പത്തെ കളിയിലൊന്നും അടിച്ചിട്ടില്ലല്ലോ. അപ്പൊ എന്തോ ഭാഗ്യം അടിക്കും, അത്രേ ഉള്ളൂ. ഞങ്ങൾക്ക് അങ്ങനെ തന്നെയാണ്. ഞങ്ങളെ ചേട്ടൻ സെഞ്ചുറി അടിച്ചത്. അതേപോലെ തന്നെ തിലക് വർമ്മക്ക് എത്ര സെഞ്ചുറി ഉണ്ട് ഈ IPL? ആകെ 1 സെഞ്ചുറി. മൊത്തം അവന്റെ IPL കരിയറിൽ എത്ര സെഞ്ചുറി ഉണ്ട്? ആകെ 1. ഞങ്ങളെ ചേട്ടൻ അങ്ങനെ. അതാണ് എന്റെ ചേട്ടൻ എക്സ്പീരിയൻസ് ഉണ്ടല്ലേ. ചേട്ടൻ എന്ന് പറഞ്ഞാൽ ചേട്ടനാ. ഇന്ന് നോക്കിക്കോളി, അടിയോട് അടി. ഞാൻ 100 പറഞ്ഞ ഇങ്ങനെ കൊറേ കാലം എല്ലായിടത്തും അങ്ങനെ തന്നെ. ഞങ്ങളെ ബൗളിംഗ് കോച്ച് ഇന്നലെ പറഞ്ഞില്ലേ, ഞങ്ങൾക്ക് നല്ല വിശ്വാസം ഉണ്ട് ചേട്ടന്റെ കാര്യത്തില്. പിന്നെ ഋതുരാജിന്റെ ഇന്ന് ശരിയാവും. പിന്നെ ഉർവിൽ പട്ടേൽ വന്നാൽ മതി. ഇപ്പൊ കഴിഞ്ഞാൽ നമ്മൾ ഉർവിൽ പട്ടേൽ ചെക്കന്റെ കളി നമ്മൾ കുറെ കണ്ടാണല്ലോ. പിന്നെ അതാ പിന്നാലെ വരാനുള്ള സർപ്പ് ആണെങ്കിൽ നല്ല ഫോമിലാണ്, ബ്രേവിസും അടിച്ചോളും. അങ്ങനെ പറയുമ്പോൾ എല്ലാവരും ഫോമിലാണ്. പക്ഷെ പോയിന്റിൽ അതൊന്നും കാണില്ല. നിങ്ങളെ പോയിന്റിലും കാണില്ലല്ലോ. ഭയങ്കര മേലാണ്. നിങ്ങള് 7 ഞങ്ങൾ 8 അല്ലേ, അല്ലാതെ നിങ്ങൾ 1 ഞങ്ങൾ 10 അല്ലല്ലോ. അപ്പൊ പിന്നെ വലിയ വർത്താനം. ഞങ്ങൾക്ക് കള്ളക്കൈലോണ്ട് അങ്ങോട്ടും തട്ടണ്ട അവസ്ഥയിലാണ്. സൂര്യകുമാരെ മാത്രമുള്ള ഒരു ചെറിയൊരു പ്രശ്നം, അതും കൂടിയാണ് ശരിയായത്. ഞങ്ങൾ ടീമിനെ പിന്നെ പിടിച്ചാൻ കിട്ടൂല. സൂര്യകുമാർ എന്നൊക്കെ പറയാം. ഡക്കാകണോണ്ടാണ് അങ്ങനെ ആൾക്കാർ പറഞ്ഞത്. അപ്പൊ ഈ സൂര്യകുമാർ കൊണ്ടും അല്ലെങ്കിൽ പിന്നെ മറ്റേ എന്താണ് ഹാർദിക് പാണ്ഡ്യ കൊണ്ടൊന്നും ഒന്നും കാട്ടില്ല. ഹാർദിക് പാണ്ഡ്യ എന്ത് കളി! ബോളിംഗ് ഇല്ലേ, ബാറ്റിംഗ് ഇല്ലേ, ഫീൽഡിംഗ് ഇല്ലേ, ക്യാപ്റ്റൻസി, അതൊക്കെ മുതലാണ്. അതൊന്നും പറയാം. നിങ്ങൾ തന്നെ പറയുന്നത് അവന് ക്യാപ്റ്റൻ ആക്കിയോണ്ടുകൂടി കഴിഞ്ഞ് നിങ്ങളെ ഫാൻസിന്റെ അവിടെ പറഞ്ഞത് എന്ത് കഴിഞ്ഞു? ഞങ്ങൾ കഴിഞ്ഞു. അത് ആരൊക്കെ വെറുതെ നിങ്ങളെ കൂട്ടത്തുന്ന ആള് വന്ന് കണ്ട് അപവാദം. ക്യാപ്റ്റൻ എത്ര കപ്പ് അടിച്ചു നിങ്ങള്? കപ്പിന്റെ എണ്ണത്തിലാണ് ഇപ്പൊ നോക്കുന്നത്. പിന്നെ കഴിഞ്ഞ കളി ഞങ്ങൾ സുഖസുന്ദരമായിട്ട് സൂപ്പറായിട്ട് കളിച്ച് ജയിച്ചു. നിങ്ങളല്ല, ആ ഒരു തിലക് വർമ്മ മാത്രം കളിച്ച് പിന്നെ എറിയാൻ അശ്വിനി കുമാറും വേറെ ആരും ഒന്നും കാട്ടില്ല. ബൂമറൊക്കെ 1 വിക്കറ്റ് കിട്ടിയോ എന്ന് ചാടിക്കളി. അത് ഒരു ഡെഡ് ലോക്കിൽ വിക്കറ്റ് എടുക്കണില്ലാന്നല്ലേ. അതാണ് എടുത്തതോടുകൂടി ഇനി നോക്കിയാൽ ഇന്നത്തെ കളിയിലുണ്ടല്ലോ ബൂമറൊക്കെ 1 വിക്കറ്റ് കിട്ടിയോടുകൂടി ഇതൊക്കെയാണ് നിങ്ങളെ അവസ്ഥ. ഞങ്ങൾക്ക് ഇപ്പൊ കളിയിൽ പോയി, മറ്റേ മാത്ര പോയി, ഇങ്ങനെയൊക്കെ ഉള്ളൊരു സ്ട്രഗിളിങ് സമയമാണ്. ഇന്ന് നിങ്ങളെ തീർക്കും.